അഞ്ചാമത്തെ ഭാര്യ ഏതാ? അഞ്ചാമത്തെ ഭാര്യ, 4 ഭാര്യമാരുടെ കഥ ഞാൻ ഇന്നലെ പറഞ്ഞു. ഖുർആനിൽ പറഞ്ഞ 4 ഭാര്യ. അഞ്ചാമത്തെ ഭാര്യ ഇബ്രാഹിം നബിയുടെ ഭാര്യ. ജീവിതം ഭാര്യയും ഭർത്താവും ഒന്നിച്ചു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സൗഭാഗ്യകഥ വലിയ ഖൈറാൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ശരി, അഞ്ചാമത്തെ ഭാര്യയെ പറഞ്ഞില്ലെന്ന് വേണ്ട, ഒറ്റ വാക്കി കേട്ടോളി. ഒരു അരമണിക്കൂർ കൂടി ഇരുന്നൂടെ? അരമണിക്കൂറും കൂടി ഇരുന്നൂടെ? 1 മണിക്കൂർ വേണമെങ്കിൽ ഇരിക്കാം ഉസ്താദേ, അത്രയ്ക്ക് ഇടിയ കിട്ടണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ അരമണിക്കൂർ ഇരിക്കും. 2 പേര് ഇവിടെ ഇരുന്ന് ഞാൻ പറയണല്ല ശരിയാന്ന് അവർ പറയുന്നത്. മുമ്പ് ഇരുന്നിട്ട് ശരിയാണ് ഉസ്താദ്, നല്ല ശരിയാണ്. هل أتاك حديث ضيف إبراهيم المكرمين إذ دخلوا عليه فقالوا سلاما قال سلام قوم منكرون. ഇബ്രാഹിം നബിക്ക് വയസ്സ് 102, ഭാര്യ സാറായിക്ക് വയസ്സ് 194. 2 പേർക്കും മക്കളില്ല. 2 പേർക്കും മക്കളില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഖുർആൻ 5ാമത്തെ ഭാര്യയുടെ കഥ. ഇതിനകത്തൊരു വലിയ ചികിത്സയുണ്ട്, അതൊന്ന് പറയാന്നോർത്താൻ ഞാനിത് പറയുന്നു. അപ്പോ ഒരിക്കൽ അവരിങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ വീട്ടിൽ 2 അതിഥികൾ വന്നു. 2 മനുഷ്യർ. അതിഥികൾ വന്ന ഉടനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ അതിഥി സൽക്കാര പ്രിയനാണ്. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ ഇബ്രാഹിം നബി വലിയ മുമ്പന്തിയിലാണ്. അദ്ദേഹം 2 അതിഥികൾ ഓർക്കപ്പുറത്ത് വീട്ടിൽ കയറി വന്നു. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് 2 അതിഥികൾ കയറി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? വീട്ടുകാർക്ക് ഭയങ്കര വെപ്രാളോ, കോഴിയെ പിടി, പഴം പിടിക്കും, അങ്ങനെ പിടിക്കും, അത് മേടിക്കും, പുറകെ കൂടെ പോകുന്നു, ബൈക്ക് എടുക്കുന്നു, സാധനം മേടിക്കാൻ പോകുന്നു, ഒരു വെപ്രാളമുണ്ട്. ഇബ്രാഹിം നബി എന്ത് ചെയ്തു? ഖുർആൻ فقربه إليهم فجاء بعجل حنيذ. വേറൊരായത്തിൽ കാണാം വീടിന്റെ പുറകിൽ കെട്ടിനിർത്തിയിരിക്കുന്ന പശുക്കുട്ടികളിൽ നിന്ന് ഏറ്റവും തടിച്ച പശുക്കുട്ടിയെ കൊണ്ടുവന്ന് അറുത്തു ഇറച്ചിയെടുത്ത് ഭക്ഷണം ഉണ്ടാക്കി. ഖുർആൻ. 2 അതിഥി വന്നു. ഇബ്രാഹിം നബി നേരെ പുറകിലോടി. ഇബ്രാഹിം നബിക്ക് ധാരാളം ആടും പശുവുണ്ട്. ആ പശുക്കൾ ഇങ്ങനെ നിരന്ന് കിടക്കുക. അതിൽ നിന്ന് ഖുർആൻ പറയുന്നു സമീൻ, ആ ഉള്ളതിന് ഏറ്റവും തടിച്ചു കൊടുത്തതിനെ പിടിച്ചറുത്തു. ഇതിലൊക്കെ ഒത്തിരി ഗുണപാഠമുണ്ട്. നമ്മളാണ് എന്ത് ചെയ്യും? അതോ പള്ളിയിൽ അമീൻ ഉസ്താദ് വീട്ടിൽ വന്നു, പോയി പെട്ടെന്ന് കോഴീനെ പിടി. പോയി കോഴിക്കുട്ടി പോയി നോക്കും. നോക്കിയിട്ട് ഈ വസന്തയൊക്കെ പിടിച്ചിട്ട് നാളെ ചാവാൻ നിൽക്കണ ഒരു സാധനം തൂങ്ങിയിട്ടുണ്ടാവും. അതിനെ പിടിച്ചറുത്തു. ഏതായാലും ഇത് ചാവും. സാധാരണ നമ്മുടെ അതിഥികൾക്ക് കൊടുക്കുന്ന എന്താ? അതിഥികൾ വന്നു, സ്റ്റോറിൽ പോയി പഴമെടുത്തു. കപ്പപ്പഴമാണെങ്കിൽ ആ പകുതി കറുത്തിരിക്കണം, അവർ കൊടുക്കും. പാടില്ല എന്ന് ഖുർആൻ. ഞാൻ പറയുന്ന മുഴുവൻ ഖുർആനാണ്. ഒരതിഥി വീട്ടിൽ വന്നാൽ അതിഥിക്ക് ഏറ്റവും നല്ലത് കൊടുത്ത് സഹകരിക്കണം. അതിൽ വലിയ ഖൈറുണ്ട്. എന്താ ഖൈറ്? കേട്ടോളി. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭാര്യയും കൂടി ആ ഇറച്ചി കറി വെച്ചു. കറി വെച്ചിട്ട് ഇവർക്ക് 2 പേർക്കും വിളമ്പി. ആ 2 പേരുടെ മുമ്പിൽ ഇറച്ചിയും പത്തിരിയും വിളമ്പാൻ തുടങ്ങി. പക്ഷെ ഇബ്രാഹിം നബി നോക്കുമ്പോ തന്റെ 2 അതിഥികളും ഭക്ഷണം കഴിക്കുന്നില്ല. ഫഖറബഹു ഇലൈഹിം ഫഖാല അലാ തഅകുലൂൻ. എന്തേ നിങ്ങൾ ഭക്ഷണം കഴിക്കാത്തതെന്താ? എന്തേ നിങ്ങൾ ഭക്ഷണം കഴിക്കാത്തതെന്താ? ഇഷ്ടപ്പെട്ടില്ലേ? അവർ 2 പേരും ഒന്നും മിണ്ടുന്നില്ല. ഇബ്രാഹിം നബി ഖുർആൻ പറയുകയാണ്, ഇബ്രാഹിം നബിയുടെ മനസ്സിൽ പേടിയായി. എന്താ നിങ്ങൾ കഴിക്കാത്തതെന്താ? ആ സമയത്ത് അവർ 2 പേരും പറഞ്ഞു, ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന വിഭാഗമല്ല, ഞങ്ങൾ അല്ലാഹുവിന്റെ മലക്കുകളാണ്. ഞങ്ങൾ 2 പേരും വേഷം മാറി നിന്റെ വീട്ടിൽ വന്നതാണ്. എന്തിനാണ് വന്നതെന്നറിയുമോ? ഇബ്രാഹിമേ, സാറാ ബീവിയെ, നിങ്ങൾക്ക് 2 പേർക്കും കൂടി ഇസ്ഹാഖ് എന്ന് പറയുന്ന മകൻ പിറക്കാൻ പോവുകയാ. ഈ സന്തോഷം പറയാൻ വന്നതാണ്. മലക്കുകൾ പറഞ്ഞു, ഇബ്രാഹിം നബിക്ക് വയസ്സ് എത്രയുണ്ട്?
102 നരച്ച് വടിയായിട്ട് കുത്തി കൂടി ഇരിക്കുക. നിങ്ങൾക്ക് ഇസ്ഹാഖ് എന്ന് പറയുന്ന മകൻ ഖുർആനിലെ കുടുംബം അല്ലേ പറയണം. കുടുംബത്തിൽ ബറക്കത്തുണ്ടാവാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളായി പറയണം. അമൽ ചെയ്യണം. വീട്ടിൽ പോയി ഞാൻ പറയും ഖുർആനാണ്. നിങ്ങൾക്ക് ഇസ്ഹാഖ് ഉണ്ടാകാൻ പോവാ. ആ സമയത്ത് അള്ളാഹ് പറയുന്നു ഖുർആനിലെ 5-ാമത്തെ ഭാര്യ ഏതാ? ഇബ്രാഹിം നബിയുടെ ഭാര്യ. ഇബ്രാഹിം നബി ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു ഡൈനിങ് ടേബിളിൽ. അതിഥികൾ ഇരുന്ന് കഴിക്കുന്നു. നമ്മൾ അതിഥിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഭാര്യ എവിടെ ആയിരിക്കും നിൽക്കുക? നമ്മുടെ ഭാര്യ എവിടെ ആയിരിക്കും നിൽക്കുക? അടുക്കളയില. പിന്നെ അതങ്ങ് പുരത്തിൽ കുഞ്ഞബ്ദുള്ളയോട് പറഞ്ഞാൽ മതി. ഇവര് വന്ന് കർട്ടൻ പൊക്കി നോക്കാരാ പറഞ്ഞത് ഇല്ല, വാതിലിന്റെ ഇടയിലൂടെ. മിക്കവാറും ഭർത്താവ് ഭക്ഷണം വിളമ്പുമ്പോ ഭാര്യ നിൽക്കുന്നത് എവിടെ ആയിരിക്കും? വാതിലിന്റെ അവിടെ ആയിരിക്കും. ഖുർആൻ. ഇബ്രാഹിം നബിയുടെ ഭാര്യ 92 വയസ്സുണ്ട്, പടുകളവി, വാതുക്കല് നിൽക്കുക. ഈ മലക്കുകൾ കൊണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും 2 പുരുഷന്മാരുടെ രൂപത്തിലാണ് വന്നത്. ഖുർആൻ സൂറത്തുൽ കാഫും സൂറത്തുൽ ദാരിയാത്ത് 2 സൂറത്തിൽ സംഭവം പറയുന്നത്. അപ്പൊ ഇബ്രാഹിം നബിയുടെ ഭാര്യ നിൽക്കുമ്പോഴാണ് ഇവര് പറയുന്നത്, പിന്നെ ഈ ഭാര്യ ഗർഭിണിയാവുന്നു, പ്രസവിക്കാൻ പോവാൻ, മോന്റെ പേര് ഇസ്ഹാഖ് എന്നാണ്. ഈ ഭാര്യ എന്ത് ചെയ്യും? അവരോടത് എന്താ? ഇത് സ്വപ്നമാണ്. ഇത് കേട്ട ഇബ്രാഹിം നബിയുടെ ഭാര്യ അവരുടെ കൈ കൊണ്ട് അവരെ കവിളത്തിങ്ങനെ അടിക്കാൻ തുടങ്ങി. എന്നിട്ട് അവര് പറഞ്ഞു, കാലത്ത് അവര് പറയുകയാണ്, കൊള്ളാം, നല്ല പരിപാടി തന്നെ. ഒരു പടുകളവനും ഒരു മലടിയായ ഭാര്യയും 2 പേരും കൂടെ കൊച്ചുണ്ടാകണ കാര്യം വലിയ അത്ഭുതം തന്നെ. ഖുർആൻ. ഈ ഭാര്യ എന്താ? ഇബ്രാഹിം നബിയുടെ ഭാര്യ. ഇത് കേട്ടപ്പോ ഫസക്കത്ത് വജ്ഹഹ, ഈ കവിളത്തിങ്ങനെ അടിച്ചു. നമ്മൾ സാധാരണ ഈ വിശ്വസിക്കാൻ പറ്റാത്ത സംഭവം കാണുമ്പോ, റമദാൻ 1 നോമ്പിന്റെ പറ കണ്ടു. ആദ്യത്തെ റമദാൻ മഗ്‌രിബിന് നോമ്പ് തുറക്കാൻ വേണ്ടി ബാങ്ക് വിളിക്കാൻ പോവാ. പള്ളിയിലെ ഇമാമ നോക്കിയപ്പോ ഒരുത്തൻ പള്ളിയുടെ മിഹ്റാബിന്റെ താഴെ ഇരിക്കുന്നു. പടച്ചു, ഇത് സപ്പനമാണ്. ഇത് അവൻ ഇതേവരെ ഇരിക്കുന്ന ബാറിലാണ്. ആദ്യമായിട്ട് അവൻ പള്ളിയിൽ കയറുക. അവ ഈത്തിക്കാവിരിക്കണ ബാറിലാണ്. അപ്പൊ ആ നാട്ടിലെ ഏറ്റവും വലിയ ആവാസം നോക്കിയപ്പം മഗ്‌രിബിന് ബാങ്ക് വിളിച്ചവൻ നോമ്പ് തുറക്കാൻ വേണ്ടി മിഹ്റാബിന്റെ മുമ്പിൽ വന്നിട്ട് തസ്ബീഹ്, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. നമ്മൾ എന്ത് ചെയ്യും? പടച്ചവനെ, ഇത് സ്വപ്നമാണ്. നമ്മൾ ഈ സ്വപ്നമാണെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യും? ഈ സാധാരണ നമ്മളെ ഒരു ആംഗ്യം കാണുക, ഇത് സ്വപ്നമോ യാഥാർത്ഥ്യമോ? ഇബ്രാഹിം നബിയുടെ ഭാര്യ ഇത് കേട്ടപ്പോ സക്കത്ത് വജ്ഹഹ, മുഖത്തടിച്ചു. പടച്ചവനെ, എന്താ പറഞ്ഞത്? 92-ാമത്തെ വയസ്സ് ഞാൻ പ്രസവിക്കാനാണ്. അവര് പറഞ്ഞിട്ടുണ്ടാവ കാലത്ത് അവര് പറഞ്ഞു, അജൂസ്, ഒരു പടുകളവൻ, അക്കി, ഒരിക്കലും പ്രസവിക്കാത്തൊരു മലടിപ്പെണ്ണ് ഇപ്പൊ പ്രസവിക്കാൻ പോവാ. അല്ലാഹു സുബ്ഹാനഹു വ തആല സാറാ ബീവി ഗർഭിണിയായി ഇസ്ഹാഖിനെ പ്രസവിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ. ആ കഥ അവിടെ നിൽക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരിമാരെ, നിങ്ങൾ ചെയ്യീൻ. 102-ാമത്തെ വയസ്സിൽ മക്കളുണ്ടായത് എപ്പോഴാ? അവർക്ക് അതിഥികളെ വിളിച്ച് ഭക്ഷണം കൊടുത്തപ്പോ. കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവർ, പാവപ്പെട്ടവർക്ക് ധാരാളമായി ഭക്ഷണം വെച്ച് കൊടുക്കീൻ, എന്നിട്ട് ദുആ ചെയ്യൻ, അല്ലാഹു മക്കളെ തരും. ഖുർആന്റെ ചികിത്സയാണ്. കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്തവർ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഖുർആന്റെ ചികിത്സ പറഞ്ഞു കൊടുക്കുക. എന്ത് ചെയ്യണം? മിസ്കീന്മാരായ പാവപ്പെട്ട ആളുകളെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കണം, അവർക്ക് ദുആ ചെയ്യണം. ഇനി നമ്മുടെ വീട്ടിൽ ഒരു പള്ളിയിൽ ഒരു മുസാഫിർ വന്നു, അല്ലെങ്കിൽ കുറച്ചു പേരെ വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ ഭക്ഷണം കൊടുത്താൽ അതിന്റെ ബറക്കത്ത് എന്താ? നമ്മുടെ കുടുംബത്തിലും ബറക്കത്തുണ്ടാകും, നമ്മുടെ മക്കളിലും ബറക്കത്തുണ്ടാകും, നമ്മുടെ മക്കളുടെ മക്കളിലും ബറക്കത്തുണ്ടാകും. ഉണ്ടാകുമല്ലയോ? فبشرناها بإسحاق ومن وراء إسحاق يعقوب. മലക്കുകൾ പറഞ്ഞത് ഇസ്ഹാഖ് മാത്രം ഉണ്ടാകുമെന്നല്ല, ആ ഇസ്ഹാഖിന് യാക്കൂബ് എന്ന മകനുണ്ടാകും. സഹോദരങ്ങളെ, ഭക്ഷണം വെച്ച് പാവപ്പെട്ടവർക്ക് കൊടുത്തപ്പോ ഇബ്രാഹിം നബിയുടെ കുടുംബത്തിൽ ബറക്കത്തുണ്ടായി, ഇസ്ഹാഖ് നബിയുടെ കുടുംബത്തിൽ ബറക്കത്തുണ്ടായി. യാക്കൂബ് എന്ന മകൻ പിറന്നു. യാക്കൂബ് നബിയുടെ ജീവിതത്തിലും ബറക്കത്തുണ്ടായി. യൂസുഫ് എന്ന് പറയുന്ന മകനും പിറന്നുപോയി. ഇത് ഖുർആനാണ്
തമ്പുരാനെ സ്വീകരിക്കണേ. അള്ളാഹു ജീവിതത്തിൽ അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ